ഓക്കെ ഗൈസ്, അങ്ങനെ വളരെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ ഗെയിമില്ലേ അതിലൊരു അപ്ഡേറ്റ് വന്നേക്കാണ് കേട്ടാ. ഞാൻ വിചാരിച്ചു ഈ ഗെയിമൊക്കെ ചത്തുന്ന്, പക്ഷെ അങ്ങനെയല്ല. കുറേ മാസങ്ങൾക്ക് ശേഷം ഈ ഗെയിമിൽ അപ്ഡേറ്റ് വന്നു. കഴിഞ്ഞ അപ്ഡേറ്റ് സെപ്റ്റംബറിലാണ് വന്നേട്ടാ, പിന്നെ അത് ഇപ്പോഴാണ് വരുന്നത്. എന്നിട്ടായാലും കുഴപ്പമില്ല. ഈ പുതിയ അപ്ഡേറ്റിലേ വണ്ടികളൊന്നും വന്നിട്ടില്ല ഏട്ടാ, പക്ഷെ വേറെ കുറേ സംഭവങ്ങൾ വന്നു. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ ഒരാളുണ്ട്. നമ്മളിനി മുതലേ ഒറ്റയ്ക്കല്ല താമസിക്കുക, ഇയാളും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇയാൾ ആരെന്ന് എനിക്കറിയില്ല ഏട്ടാ, പക്ഷെ നമ്മുടെ വീട്ടിലാണ് നിൽക്കുക. ഇയാളിത് ഇപ്പോൾ സോഫയിൽ ഇരിക്കുന്നുണ്ട്. ഈ ഗെയിമിൽ പിന്നെ NPC-കൾ സംസാരിക്കുണ്ടാ. ഈ പുതിയ അപ്ഡേറ്റിൽ വന്നതാ. NPC പക്ഷേ ഹിന്ദിയിലാണ് സംസാരിക്കുക, അല്ലാണ്ട് മലയാളം സംസാരിക്കില്ല. क्या बात है बेटा, बॉडी ज़्यादा बन गई है जो मेरा रास्ता रोक रहा है। मेरे लिए कुछ काम हो तो बताओ बेटा, आज बहुत बोर हो रहा हूँ। ഇതേപോലെ ഇയാൾ സംസാരിക്കുണ്ടാ. ഹിന്ദി ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എന്നോട് പറയാൻ, അങ്ങനെ ഇയാൾ പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഇയാളിപ്പോൾ എന്തൊട്ട് പണിയാണോ ചെയ്യുക? ഫുൾ ടൈം വീട്ടിലിരിക്കണതാ പണി. ഇവിടെ പിന്നെ ഒരു ലൈക്കിൻ്റെ ബട്ടൺ വരും. ആ ബട്ടൺ അമർത്തിയാലേ ഇയാൾ നമ്മുടെ പിന്നാലെ വരും ട്ടാ. നമ്മൾ എവിടെ പോയാലും ഇയാൾ നമ്മുടെ പിന്നാലെ വരും. അവിടെ തന്നെ ഒരു ഡിസ്ലൈക്കിൻ്റെ ബട്ടൺ ഉണ്ടാവും. ഡിസ്ലൈക്ക് അമർത്തി കഴിഞ്ഞാൽ ഇയാൾ നമ്മുടെ പിന്നാലെ വരില്ല, ഫുൾ ടൈം വീട്ടിലിരിക്കും. അങ്ങനെയാ. ഇയാൾ പിന്നെ നമ്മുടെ കൂടെ വണ്ടിയിലും കയറും ട്ടാ. ഇതേ കണ്ടില്ലേ, ഞാനിവിടെ ബൈക്കിൽ കയറി, അന്നേരം ഇയാളും നമ്മുടെ കൂടെ കയറി. ഇതും ഏതായാലും നൈസായിട്ടുണ്ട്. രണ്ടാൾക്കാർ പക്ഷേ ഹെൽമെറ്റ് വെച്ചില്ല. ഇയാൾക്ക് നീന്താൻ അറിയോ? അത് നമുക്ക് നോക്കി നോക്കാം ട്ടാ. നമ്മുടെ ക്യാരക്ടറിന് നീന്താനായിട്ട് അറിയാം. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇയാൾ പുറത്തേക്ക് വരില്ലേ? എടാ വാടാ. അയാൾ വെള്ളത്തിൽ സ്റ്റക്കായല്ലോ ഗൈസ്. ഇത് നോക്കിയേ, ഇയാളവിടെ വെള്ളത്തിൽ സ്റ്റക്കായി. നമ്മുടെ ക്യാരക്ടറിന് നീന്താൻ പറ്റുന്നുണ്ട്, അയാൾ പക്ഷെ നീന്തണില്ല. ഇയാൾക്ക് ശ്വാസം മുട്ടിച്ചാവില്ലേ? എടാ പുറത്തേക്ക് വാടാ. അതെ, അയാളവിടെ സ്റ്റക്കായി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം. അയാൾക്ക് നീന്താനൊന്നും അറിയില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഗെയിമൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു. അയാളിപ്പോൾ നമ്മുടെ താറിൽ കയറിയിട്ടുണ്ട്. ഈ ഗെയിമിൽ പിന്നെ ഇയാൾ മാത്രമല്ല, ബാക്കി NPCs-ഉം സംസാരിക്കും ട്ടാ. ഇവിടെ ഇപ്പോൾ ഒരാൾ പോണ്ട്, ഇയാളും സംസാരിക്കും. ओए हीरो, अरे पुलिस पुलिस मुझे बचाओ। ഗൈസ്, ഇത് കണ്ടില്ലേ? ഞാൻ അയാളെ ഇടിച്ചപ്പോളേ ആള് പോലീസ് പോലീസ് എന്ന് വിളിക്കുക. ആ പോലീസ് ഇപ്പോൾ വരും. നീ ചത്ത് കഴിഞ്ഞിട്ട് അവർ വരാ. ഇയാളിത് എങ്ങോട്ടേക്കാണ് ഓടിപ്പോണേ? ആ, അത് പോണെങ്കിൽ പോട്ടെ. ആ പിന്നെ നമ്മുടെ കൂടെയുള്ള ആളില്ലേ, ഇയാള് കട്ട സപ്പോർട്ടാണ് കേട്ടാ. ഇത് കണ്ടില്ലേ, അയാൾ എന്നെ ബാറ്റ് എടുത്ത് തല്ലാൻ നോക്കായിരുന്നു, പക്ഷെ നമ്മുടെ കൂടെയുള്ള ആൾ സമ്മതിച്ചില്ല. ആ, ദേ കിടക്കണോ അവിടെ. അതിൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി. ഇയാൾ പിന്നെ പോലീസുകാരായിട്ടും ഫൈറ്റ് ചെയ്യും ട്ടാ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അതിനായിട്ട് പോലീസുകാരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണം. ഓക്കെ, ഇവിടുത്തെ പോലീസൊക്കെ വന്നുട്ടാ. പോലീസുകാർ എൻ്റെ നേരെ ഫയർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ആൾ സമ്മതിക്കില്ല. നമ്മുടെ ആൾ ആ പോലീസുകാരനെ അടിച്ചിടും. അടിച്ചിടാ അങ്ങോട്ട്. ഒരൊറ്റ പോലീസുകാരെയും വെറുതെ വിടണ്ട. നമ്മുടെ ആളുടെ കയ്യിൽ വെപ്പൺസ് ഒന്നും ഇല്ല, കൈ കൊണ്ട് ഫൈറ്റ് ചെയ്യണ. ഇതിപ്പോൾ എന്താണ്ടായേ? എടാ ജാക്കേ, നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് വരാം. ഈ ഗെയിമിൽ പിന്നെ പോലീസ് സ്റ്റേഷനും വന്നിട്ടുണ്ട് കേട്ടാ. മാപ്പ് ഓപ്പൺ ആക്കിയാലേ ഇവിടെ ഒരു സ്റ്റാറിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. അതാണ് പോലീസ് സ്റ്റേഷൻ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് ആ പോലീസ് സ്റ്റേഷൻ. സംഭവം കുഴപ്പമില്ല കേട്ടാ, അത്യാവശ്യം വലിയൊരു പോലീസ് സ്റ്റേഷനാ. പുറത്ത് 3-4 പോലീസിൻ്റെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ടികൾ ഒറിജിനലാണോ? കണ്ടിട്ട് തോന്നണില്ല. ഈ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുമോ? ഇതൊന്നും നമുക്ക് ഓടിക്കാൻ പറ്റില്ല, അതൊക്കെ ഡമ്മിയാ. എന്നിട്ടായാലും നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ 2-3 പോലീസുകാർ ഇരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഒരു പണിയുമില്ല. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ സെല്ലുണ്ട് കേട്ടാ. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമില്ലേ, അതിൽ ഒരു സെല്ലുള്ളൂ. ഇവിടെ ഒരു 6 സെല്ലിങ്ങളുണ്ട്.
ഇതിപ്പോ ഏതായാലും കൊള്ളാം. സെല്ലിൽ പക്ഷെ ആരില്ല ഏട്ടാ, സെല്ലൊക്കെ ഫുള്ള് കാലിയാ. ഇവിടെ എന്തുണ്ടല്ലോ, ഇതെന്താ സംഭവം? ഒരു ഓപ്പണായ സ്ഥല. ഇവിടെ എന്താണാവോ? അതെ, നമുക്ക് ഇയാളെ കൊല്ലാൻ പറ്റുമോ? അതിനു മുൻപ് അൺലിമിറ്റഡ് ഹെൽത്ത് ഓണാക്കട്ടെ, ഇല്ലെങ്കിൽ ഞാനും കൂടി കൂട്ടത്തിൽ ചാവും. ഇയാളെ കൊല്ലാൻ പറ്റണാവോ? അയാൾക്കൊന്നും സംഭവിച്ചില്ല ഏട്ടാ. ഞാൻ അയാളുടെ മേത്തിക്ക് RPG വിട്ടെ, എന്നിട്ടും അയാൾക്ക് ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് അയാളെ കൊല്ലാൻ പറ്റില്ല എന്നാ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുതിയ അപ്ഡേറ്റിൽ വന്നേ. ഇതിലിനി ഒന്നും വിട്ടുപോയില്ലെന്ന് വിചാരിക്കണു.